നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കോൺഗ്രസിലെ പുനഃസംഘടന എവിടം വരെയായി? കോൺഗ്രസിലെ പുനഃസംഘടനയെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും കോഴിക്ക് മുല വരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. പുനഃസംഘടന നടക്കും ദേ വരുന്നു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വർഷങ്ങൾ തന്നെ കടന്നു പോയിട്ടുണ്ട്. ഇത്തവണയും ഏതാണ്ട് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഴുവൻ DCC പ്രസിഡന്റുമാരെയും മാറ്റി ഒരു പുനഃസംഘടന വേണോ, അതോ ഒന്നോ രണ്ടോ DCC പ്രസിഡന്റുമാരെ നിലനിർത്തി ബാക്കിയുള്ളവരെ മാറ്റിക്കൊണ്ടുള്ള പുനഃസംഘടന വേണോ? എന്തായിരിക്കണം പുനഃസംഘടനയുടെ സ്വഭാവം? ഇതിനെക്കുറിച്ചെല്ലാം ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. എന്നാൽ പുറത്തു വരുന്ന വാർത്തകൾ കാണുന്നത് അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അടുത്ത ദിവസങ്ങളിൽ പുനഃസംഘടന ഉണ്ടാകും. KPCC തലത്തിലും DCC തലത്തിലും ഒക്കെ വൻ അഴിച്ചുപണി ഉണ്ടാകും. DCC പ്രസിഡന്റുമാരെ മുഴുവൻ മാറ്റും എന്നൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ സത്യം എന്താണ്? സത്യത്തിൽ ഇപ്പോഴും DCC പ്രസിഡന്റുമാരെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DCC പ്രസിഡന്റുമാരെ നിലനിർത്താനുള്ള നീക്കം ചില കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. KC വേണുഗോപാലുമായി അടുപ്പമുള്ള DCC അധ്യക്ഷന്മാരെ മാറ്റാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്നുള്ളൊരു പ്രചരണം കോൺഗ്രസിൽ ശക്തമാണ്. VD സതീശൻ്റെ അടുത്തയാളാണ് എറണാകുളത്തെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. ഷിയാസ് ആകട്ടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു DCC അധ്യക്ഷനാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, സംഘടനാ മികവോടുകൂടി പ്രവർത്തിക്കുന്ന DCC അധ്യക്ഷനാണ് മുഹമ്മദ് ഷിയാസ്. ഷിയാസിനെ എന്തൊരു മാറ്റാനുള്ള ചോദ്യം ഗ്രൂപ്പ് ഭേദമന്യേ എറണാകുളത്ത് നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഹൈബി ഈഡനടക്കമുള്ള MPമാർ അത് ഉന്നയിക്കുകയും ചെയ്തു, എന്തിനാണ് ഇപ്പോൾ മുഹമ്മദ് ഷിയാസിനെ മാറ്റുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ മലപ്പുറത്ത് BS ജോയി നല്ല മിടുക്കനായ DCC അധ്യക്ഷനാണ്. BS ജോയിയുടെ പേര് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാവും കേട്ടെങ്കിലും അവസാനം ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ടുവന്നപ്പോൾ യാതൊരു എതിർപ്പുമില്ലാതെ ജോയി അതിനെ അനുകൂലിക്കുകയും ഷൗക്കത്തിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങുകയും ചെയ്തതാണ്. ഈ രണ്ട് DCC അധ്യക്ഷന്മാരെയും മാറ്റുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം അതിശക്തമായി തന്നെ കോൺഗ്രസിൽ വരുന്നുണ്ട്. എന്നാൽ ഈ രണ്ടുപേരെ മാത്രം മാറ്റാതിരുന്നിട്ട് എന്ത് കാര്യം, അല്ലെങ്കിൽ രണ്ടുപേരെ മാത്രം മാറ്റാതിരിക്കുന്നത് എങ്ങനെ? ബാക്കി 12 പേരെ മാറ്റുമ്പോൾ ന്യായം എന്ത് പറയും എന്നുള്ളൊരു ചിന്താക്കുഴപ്പവും കോൺഗ്രസിലുണ്ട്. ഈ പാർട്ടിയിൽ അങ്ങനെയാണ് എപ്പോഴും. കാരണം എന്ന് വെച്ചാൽ മാറ്റണ്ട എന്നുള്ള രണ്ടഭിപ്രായം വന്നാൽ ആ സംഭവം അവിടെ ഇരിക്കും. മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുന്ന വിഷയമില്ല. കാരണം ഒരു വിഭാഗം മാറ്റണമെന്നും വേറൊരു വിഭാഗം മാറ്റണ്ട എന്നും പറഞ്ഞാൽ തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുക എന്നാണ് കോൺഗ്രസിലെ പതിവായിട്ടുള്ള സ്വഭാവം. അത് ഏതാണ്ട് ഒരു 80 വർഷങ്ങളായി ആ പാർട്ടിയിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുനഃസംഘടന ആകെ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണെന്നാണ് കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. കൊടിക്കുന്നിൽ സുരേഷിനെയും K സുധാകരനെയും പോലെയുള്ള നേതാക്കൾ ഡൽഹിയിലെത്തി കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ് ഈ പുനഃസംഘടന തടയാൻ. കാരണം അവർക്ക് വേണ്ടപ്പെട്ട പലരും ഭാരവാഹിച്ചതിൽ നിന്ന് ഒഴിവാകും. KPCC തലത്തിലും DCC തലത്തിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കുകയാണെങ്കിൽ കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുമെന്നാണ് കൊടിക്കുന്നിലും K സുധാകരനും ഒക്കെ AICC നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും എതിർപ്പ് മറികടന്ന് അത്ര പെട്ടെന്ന് മുന്നോട്ട് പോകാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും തങ്ങളുടെ ആളുകളെ സംരക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ. പുനഃസംഘടന വന്നാൽ തനിക്ക് വേണ്ടപ്പെട്ടവൻ്റെ സ്ഥാനം പോകുമോ എന്നുള്ള ഭയം, ഭീതി എല്ലാ നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് തൻ്റെ വേണ്ടപ്പെട്ടവരെ, തൻ്റെ ഇഷ്ടക്കാരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ എല്ലാവരും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പുനഃസംഘടന അഴിയാക്കുരുക്കായി മാറിയിരിക്കുകയാണ്. പുനഃസംഘടന നാളെ നടക്കും, മറ്റന്നാൾ നടക്കുമെന്നൊക്കെ നിരന്തരം പറയുന്നതല്ലാതെ നാളെയും മറ്റന്നാളും ഇങ്ങനെ അനന്തമായി പോവുകയാണല്ലോ. കാരണം നാളെയും മറ്റന്നാളും എപ്പോഴും ഉണ്ടാവുമല്ലോ എന്നുള്ള രസകരമായ മറുപടിയാണ് പല കോൺഗ്രസ് നേതാക്കളും നൽകുന്നത്. പുനഃസംഘടന ഏറെക്കുറെ അട്ടിമറിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ നിന്നും ഇത്തരത്തിൽ അനക്കം വരാത്തതെന്നും K സുധാകരൻ്റെയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും എതിർപ്പ് അവഗണിച്ച് DCC അധ്യക്ഷന്മാരെയൊക്കെ മാറ്റുന്ന അത്ര എളുപ്പമല്ലെന്നും വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കളുമുണ്ട്. ഏതായാലും പുനഃസംഘടന മൊത്തത്തിൽ അവതാളത്തിലായിരിക്കുകയാണ്. അത് എന്നുണ്ടാകുമെന്ന് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെക്ക് പോലും പറയാൻ പറ്റാത്ത